ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ഓണം. തിരുവോണത്തിന് രാവിലെ ഞാനും രമ്യയും എണീറ്റിട്ട് ഞങ്ങൾക്ക് കറികളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ അവിയലും പായസം, പപ്പടം, പിന്നെ ചോറ് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ അസൈൻമെൻറ്റ്സ്. അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങൾ പുറത്ത് വെച്ചു. എന്നിട്ടാണെങ്കിൽ പാലടയായിരുന്നു ഞങ്ങൾ പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനുള്ള അടയും ശർക്കരയൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ വീടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കണമായിരുന്നു. അതെല്ലാം ഞങ്ങളൊന്ന് വൃത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞ് രമ്യ പായസത്തിനുള്ള അടയൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ പണികളെല്ലാം വേഗം തീർത്തിട്ട് പിന്നെ ഞങ്ങൾ പതിയെ റെഡിയാകാൻ പോയി. റെഡിയാകാൻ ഞങ്ങൾ രണ്ടുപേരും സെറ്റ് സാരി ആയിരുന്നു ഉടുത്തത്. അപ്പോൾ സെറ്റ് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് അതിനുള്ള മേക്കപ്പ് ഇടുമായിരുന്നു. രമ്യ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ട് തരുന്നതിൻ്റെ ഇതാണ് കാണുന്നത്. ഗണേശേട്ടൻ്റെ പൊക്കത്തുനിന്ന് വീഡിയോ ഇട്ടതാണ്. എൻ്റെ കോസ്റ്റ്യൂമൊക്കെ ബ്യൂട്ടീഷ്യൻ രമ്യ ആയതുകൊണ്ട് രമ്യയായിരുന്നു ഫുള്ള് മേക്കപ്പൊക്കെ ചെയ്തു തന്നത്. പിന്നെ എല്ലാവരും അപ്പോഴത്തേക്ക് വീട്ടിലേക്ക് വന്നായിരുന്നു. ഫ്രണ്ട്സും പിന്നെ എൻ്റെ കസിനും അവളുടെ ഫ്രണ്ട്സും അവരെല്ലാവരും വന്നായിരുന്നു. പിന്നെ അവർ കൊണ്ടുവരുന്ന ഫുഡെല്ലാം ഞങ്ങളിങ്ങനെ മേശപ്പത്ത് എടുത്ത് വെച്ചിട്ട് വേറെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പതിയെ ചെറിയായിട്ടൊന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുറത്ത് ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോയപ്പോഴത്തേക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ വന്നു. മഴ ഞങ്ങളെ ചതിച്ചുകൊണ്ട് ഞങ്ങൾ വേഗം ഓടി അകത്ത് കയറി. പിന്നെ അകത്ത് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞെങ്കിൽ പതിയെ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇരുന്നു. ആദ്യം ഇരുന്നത് അവരാണെങ്കിലും പിന്നെ എൻ്റെ കസിൻ അവൾക്ക് പോകുന്നതുകൊണ്ട് അവൾ ഫ്രണ്ട്സും പിള്ളേരും എല്ലാവരും കൂടെ ആദ്യം കഴിക്കായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ അവർക്ക് വിളമ്പി കൊടുത്ത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് ഓരോരോ ഐറ്റംസായിട്ട് വിളമ്പി. അതിനിടയ്ക്ക് എല്ലാവരും വീഡിയോയും ഫോട്ടോയും അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പതിയെ കഴിച്ച് കഴിഞ്ഞ് അവരെണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കായിരുന്നപ്പോഴും അവർ വീഡിയോയും എല്ലാം എടുക്കുമായിരുന്നു. പിന്നെ അവർ വിളമ്പുന്ന താമസമാണ്. അങ്ങനെ ഞങ്ങൾ ഓരോ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും ഞങ്ങൾക്ക് വിളമ്പി തന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ എല്ലാവരും എണീറ്റ് കഴിഞ്ഞ് പതിയെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചെറിയ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബോൾ പാസിങ് കളിച്ചപ്പോൾ നമ്മുടെ ജോസ്നയായിരുന്നു റഫറി. ജോസ്നയ്ക്ക് ചുറ്റും പിള്ളേർ കിടന്നുകൊണ്ട് അവളെ രണ്ട് ദീപവും പിള്ളേരെല്ലാവരും പുറത്ത് കുറേ കിടന്ന് തിരുവാതിര കളിക്കുന്ന പോലെ അങ്ങനെ കളിക്കുമായിരുന്നു. അങ്ങനെ ബോൾ പാസിങ് കളിച്ച് ആൻസായിരുന്നു ജയിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ പതിയെ റീൽസ് എടുക്കാൻ വേണ്ടി പാർക്കിലേക്ക് പതിയെ പോയി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പതിയെ ഞങ്ങളുടെ റീൽസിൻ്റെ പണി തുടങ്ങി. ആദ്യം ഞങ്ങൾ മകനിയെ മന്ദാകിനിയെ ആ പാട്ടിൻ്റെ ഡാൻസ് കളിക്കാനായിരുന്നു. അതൊരു 10-15 വട്ടമെങ്കിലും ഞങ്ങൾ ടേക്ക് എടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ ആയിട്ട് തെറ്റിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റെപ്പ് മറക്കും. അങ്ങനെ ലാസ്റ്റ് ഒരു 10-15 വട്ടമാണ് കറക്റ്റായിട്ട് എല്ലാവരും ഒരു കോർഡിനേഷനിൽ കളിച്ച് ആ ഡാൻസ് ഒന്ന് വൃത്തിക്ക് ആക്കിയത്. അങ്ങനെ പിന്നെ ഈ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത ഒരു റീൽസ് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു റീൽസും കൂടെ എടുത്തു. ആ റീൽസ് എടുത്ത് കഴിഞ്ഞ് വലിയേട്ടനുള്ള പാട്ടിൻ്റെ റീൽസ് അത് ഇപ്പോൾ ട്രെൻഡിങ് ആണല്ലോ. അപ്പോൾ ആ റീൽസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് തല്ലുമലയിലെ വേറൊരു പാട്ടിൻ്റെ അത് പിന്നെ ജസ്റ്റ് സ്റ്റാച്ചു ആയിട്ട് നിന്നാൽ മതിയായിരുന്നു. പക്ഷെ അതിലും ഞങ്ങൾ തെറ്റിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഒന്നും വൃത്തിക്ക് ഫസ്റ്റ് ടേക്കിലൊന്നും ആരും ഒന്നും എടുത്തില്ല. അങ്ങനെ ആ ടേക്കും ആ റീൽസിൻ്റെ ഇതും കഴിഞ്ഞ് പിന്നെ പതിയെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഞങ്ങളുടെ കുറച്ച് ഓണത്തിൻ്റെ ഫോട്ടോസാണ്. ഇത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. എല്ലാവരും നന്നായിട്ട് ഓണം ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.